ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു സുഹൃത്ത്. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വരികയാണ്. കൂടെ ഭാര്യയുണ്ട്. ഭാര്യ പാർഷ്യലി കണ്ണ് കാണാം. വായിക്കാനും എഴുതാനും ഒന്നും കഴിഞ്ഞില്ല എങ്കിലും വഴി കാണിക്കാനും നടക്കാനുമൊക്കെ ആ പെണ്ണിന് കഴിയും. ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ടായി. മൂത്തത് പെൺകുട്ടിയാണ്. ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവും റബ്ബിനോട് പ്രാർത്ഥിച്ചതൊരൊറ്റ കാര്യം മാത്രമാണ്: പടച്ചോനെ, ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ കുട്ടിക്ക് കണ്ണ് കാണാത്ത കുട്ടിയാവരുത്, കണ്ണുള്ള ഒരു കുഞ്ഞിനെ തരണം. റബ്ബ് അവർക്ക് കൊടുത്ത 1ാമത്തെ കുട്ടി പെൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് 100% കാഴ്ചയുണ്ടായിരുന്നു. 2ാമതായി റബ്ബ് അവർക്കൊരു കുഞ്ഞിനെ കൂടി നൽകി. അത് ആൺകുട്ടിയാണ്. ആ കുട്ടിക്കും കാഴ്ചക്ക് തകരാറൊന്നുമില്ല. ഈ മനുഷ്യൻ എന്നെ കാണാൻ വന്നത് 20 വയസ്സുള്ള മൂത്ത മകളെയും കൊണ്ടാണ്. 20 വയസ്സുള്ള മൂത്ത മകൾ. മകന് 16 വയസ്സ് പ്രായം, മകൾക്ക് 20 വയസ്സ് പ്രായം. 20 വയസ്സ് പ്രായമുള്ള മകളെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ്. എന്തിനാ വന്നത് എന്നറിയോ? ആ കുട്ടിക്ക് ഒരു പ്രേമം, ഒരു പ്രണയം. ഒരു നിലക്കും ആ കുട്ടി ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നേയില്ല. അവൾ ഈ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോവാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ആ നാട്ടിലെ ആളുകൾ ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ മകളെയും അവരെയും എൻ്റെ അടുത്തേക്ക് അയച്ചത്. ആ കുട്ടി ഇറങ്ങിപ്പോവാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചപ്പോൾ സംസാരിച്ച് നോക്കിയപ്പം ആ ചെറുക്കൻ പലപ്പോഴും ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ഈ കുട്ടി സമ്മതിക്കുന്നു. കാഴ്ചയില്ലാത്ത ഉമ്മയെ പറ്റിച്ച് ആ ചെറുക്കനെ ആ പെൺകുട്ടി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം അവിടുത്തെ ആളുകൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ആ പെൺകുട്ടി അവസാനം എടുത്ത തീരുമാനം ഈ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോവണം എന്നാണ്. അതാണ് ആ കുട്ടിയുടെ അവസാനത്തെ തീരുമാനം. 2ാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ തീരുമാനം അറിയിച്ചു. ആ കാഴ്ച പരിമിതരായ മാതാപിതാക്കളുടെ കൂടെ 1, 3, 4 ആളുകൾ കൂടിയുണ്ട്. അവരെ കൊണ്ടുവന്ന ആളുകൾ കൂടിയുണ്ട്. അവരെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അവളുടെ തീരുമാനം ഇതാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കരയാൻ തുടങ്ങുകയാണ്. ആ കാഴ്ചയില്ലാത്ത മനുഷ്യൻ ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് അയാൾ എന്നോട് പറയാണ്, സാറേ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കരയുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ ഇങ്ങനെ കരയുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, 1ാമത്തെ പ്രാവശ്യം എന്തിനാ നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാണ്, സാറേ, എനിക്ക് ആദ്യമായിട്ട് മോള് പിറന്നു. എനിക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഉണ്ടായിട്ട് ഡോക്ടർമാർ കുട്ടിയെ കൈകളിലേക്ക് തന്നപ്പോൾ ആ ചെറിയ പെൺകുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ നല്ലൊരു രസം. അപ്പൊ ആ കുട്ടി ഇയാളുടെ മുഖത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കൈയിന്റെ വിരല്, ആ കുട്ടിയുടെ കൈയിന്റെ വിരൽ കൊണ്ട് കുട്ടി അങ്ങ് പിടിച്ചു. ഈ മോളെ എനിക്ക് കാണുന്നില്ലല്ലോ എന്നതായിരുന്നു ഇയാളുടെ ആദ്യത്തെ സങ്കടം. ഈ കുട്ടിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അയാൾ അള്ളാഹുവിനോട് പറഞ്ഞു കരഞ്ഞു, പഠിച്ചോന്റെ കുട്ടിന്റെ മുഖം ഒന്ന് കാണാൻ. എനിക്കുണ്ടായൊരു മോളാണ്, അതിന്റെ മുഖം ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇയാൾ കരയാണ്. ആദ്യത്തെ കരച്ചിലാണ്, ഉള്ളു തുറന്ന് കരച്ചിൽ. കുറെ ആളുകൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. സാരല്ല, പോട്ടെ, ഇതിനൊക്കെ അള്ളാഹിന്റെ അടുത്ത് കൂലി ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറയാണ്, ഞാനിങ്ങനെ ഉള്ളറിഞ്ഞ് കരയുന്ന 2ാമത്തത് ഇന്നാണ്. ഇന്ന് ഞാൻ കരയുമ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ളത് എന്താണെന്നറിയോ? എനിക്ക് കാഴ്ചയില്ലാത്തത് എത്ര നന്നായി എന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ഇപ്പം ഞാൻ കരയണത്. എൻ്റെ മോള് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണണ്ടേ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങൾ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. ഇതില് കാഴ്ച പരിമിതിയുള്ള ഭർത്താവിന് പാർശ്വലി കാഴ്ചയുള്ള ഭാര്യ ഉണ്ടാവും. കാഴ്ച പരിമിതിയുള്ള ഭർത്താവിന് കാഴ്ചയുള്ള ഭാര്യ ഉണ്ടാവും. കാഴ്ച പരിമിതിയുള്ള ഭാര്യക്ക് തിരിച്ചും ഭർത്താക്കൾ ഉണ്ടാവും. ഈ ഇരിക്കുന്നവരിൽ കണ്ണ് കാണുന്നവർ ഒന്ന് കൈപൊക്കിയെ കാണട്ടെ. കണ്ണ് കാണുന്നവർ, ആ കൈപൊക്കിയതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഇതൊക്കെ ഇവരുടെ ഭാര്യമാരാണ്. പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളൊന്ന് കൈപൊക്കിയെ കാണട്ടെ. അവർക്ക് കാണാം, അല്പം കാണാം, അത് സ്വല്പം കാണാം. അൽഹംദുലില്ലാഹ്, സ്വല്പം കാണാം, ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഇനി നമുക്ക് നേരെ പോവേണ്ടത് കുടുംബത്തിലേക്കും കുട്ടിയെ വളർത്തുന്നതിലേക്കുമാണ്. ഞാൻ പറഞ്ഞല്ലോ, സമയം വളരെ കുറവാണ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു സ്വർഗം മണക്കുന്നു. കാരണം എന്താണെന്നറിയോ? സ്വർഗത്തിൻ്റെ അവകാശികളാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇന്ന് ഈ സ്പാൻ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത്. കഷ്ടപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്, ബുദ്ധിമുട്ടുന്നവന്റെ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന പ്രാർത്ഥനയിൽ ഒന്ന്. എനിക്ക് ആദ്യം തുടക്കത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, സ്വർഗമല്ലാതെ വേറൊന്നും നിങ്ങൾ, അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിൽ കുറഞ്ഞതൊന്നും. കാരണം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ വർണ്ണ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ല. ഇതിനേക്കാൾ വലിയ കാഴ്ചകൾ ഒരുക്കി വെച്ച ഒരു സ്വർഗമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ ഒന്ന്, നാളെ പരലോകത്ത് അന്ധനായി വരുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ചോദിക്കുമത്രേ റസൂലിനോട്, അള്ളാഹിനോട് ചോദിക്കുമത്രേ, പടച്ചോനെ, ഞാൻ ഭൂമിയിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ഇവിടെ എന്തിനാണ് എന്നെ ഇങ്ങനെ അന്ധനാക്കിയത് എന്ന് അള്ളാഹിനോട് ചോദിക്കുന്ന ചിലരെ പറ്റി റസൂല് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. തിരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നാളെ ഈ ഭൂമിയിലെ കാഴ്ചകളൊന്നും കാണാത്ത, ഈ ഭൂമിയിലെ വർണ്ണ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണാത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാളെ സ്വർഗത്തെത്തുമ്പോൾ ഇതിനേക്കാളും മികച്ച കാഴ്ചകൾ ഒരുക്കി വെച്ച ആ സ്വർഗം കണ്ണിറയെ കാണുന്നവരാവണം നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗമല്ലാത്ത മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കരുത്. അവിടെ നിന്നുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ആദ്യത്തെ പറയാനുള്ളത്, കണ്ണ് കാണുന്ന കാഴ്ചയുള്ള ഭാര്യമാരോട്. നിങ്ങൾ കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന്റെ കൈ പിടിച്ചത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതി തന്നെയാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താ? ആരും പൈസ ഒന്നും തരൂല. എന്താ കിട്ടേണ്ടത്? ആ ബുദ്ധിമുട്ട് കൊണ്ട് കിട്ടേണ്ടത് നാളെ കഷ്ടപ്പെടുന്ന ഒരുത്തന്റെ കൈ പിടിച്ചതിന് സ്വർഗമാണ്. പക്ഷേ ആ കൂടെ നിന്ന ഭർത്താവിന് നിങ്ങളെ കൊണ്ടൊരു വിഷമമുണ്ടായെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും, ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നു, അതിമനോഹരമായിട്ട് സാമൂഹ്യ മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യൻ, കാണൂല, 100% കാഴ്ചയില്ലാത്ത മനുഷ്യൻ. അയാളുടെ ഭാര്യ 100% കാഴ്ചയുള്ള പെണ്ണാണ്, മക്കളുണ്ട്. പക്ഷേ ഈ പെണ്ണ് എപ്പോഴും ഇയാളോട് ദേഷ്യം പിടിക്കും. ഇയാൾ കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടും പ്രശ്നമുണ്ടാക്കിയും ഒരു സ്വൈര്യവും സമാധാനവും ഈ പെണ്ണ് ഈ ചെങ്ങാതിക്ക് കൊടുക്കുന്നേയില്ല. ഇയാൾക്കാണെങ്കിൽ ഇത് ഇട്ടെറിഞ്ഞ് പോവാനും വയ്യ. കാരണം മക്കളുണ്ട്. ഇയാൾക്ക് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഒരാളെ കൈ പിടിക്കണം, അറിയാത്ത സ്ഥലത്ത് പോകണമെങ്കിൽ കൈ പിടിക്കാൻ ആൾ വേണം. ഈ ഭാര്യയെ ഇട്ടേച്ച് പോകാൻ വയ്യ. എപ്പോഴും മനസ്സിനകത്ത് സങ്കടമാണ്. ഈ പെണ്ണ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ഇയാൾ വീട്ടിൽ വന്നിട്ട് ഈ ഭാര്യയെ ഇങ്ങനെ വിളിക്കും, ഖദീജ എന്ന് ഭാര്യയെ വിളിക്കും. ഖദീജ എന്നല്ല പേരിട്ടോ, ഞാനൊരു സാങ്കല്പിക പേരുണ്ടാക്കിയതാണ്. അപ്പൊ ഈ പെണ്ണിനെങ്ങനെ വിളിക്കും, ഖദീജ എന്ന് പേര് വിളിച്ചാൽ ഈ പെണ്ണ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഒച്ചയുണ്ടാക്കാതെ നടക്കും. നിങ്ങൾക്കറിയാലോ, മിണ്ടല് പോട്ടെ, ഒച്ചയില്ലാതെ നടക്കും. ഈ പെണ്ണിന്റെ ഒരൊച്ച കേട്ടാൽ ഈ മനുഷ്യൻ ചെവി കൊണ്ട് അവൾ എവിടെയുണ്ട് എന്ന് പിടിക്കും. നിങ്ങൾക്ക് ഞാൻ പറയാത്തത് മനസ്സിലാവുമല്ലോ. കാഴ്ച കുറയുമ്പോൾ ചെവിക്ക് കേൾവി കൂടും. അപ്പൊ ഇയാൾ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് വീട്ടിനകത്ത് കൂടെ ഇങ്ങനെ നടക്കും. ഇയാൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഈ ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് ഒച്ചയില്ലാതെ നടക്കും. ഇയാൾ വിളിച്ച് കൊയങ്ങും. അതിന്റെ മുമ്പ് കൂടെയൊക്കെ ഇവിടെ പോകുന്നുണ്ടോ? പാവം, കാണുന്നില്ലല്ലോ. ഈ പെണ്ണ് ഇയാളുടെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കാണ്. ഇയാൾക്ക് ജോലിയുണ്ട്, രാവിലെ ജോലിക്ക് പോവാൻ വസ്ത്രം എടുത്തു കൊടുക്കണം. അടിവസ്ത്രം ഉൾപ്പെടെ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ എടുത്തു കൊടുത്താലേ ഇദ്ദേഹത്തിന് അത് എടുത്ത് അണിയാൻ കഴിയുള്ളൂ. ഇയാൾ ഈ പെണ്ണിനെ വിളിക്കാണ്. അതിനിടയ്ക്ക് ഇയാൾ വാച്ചെടുത്ത് സമയം, നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ തൊട്ട് നോക്കുന്ന വാച്ചിൽ ഇയാൾ സമയം ഇങ്ങനെ നോക്കും. സമയം ഇങ്ങനെ പോവാണ്. ഇദ്ദേഹത്തിന് ബസ് കയറിയിട്ട് വേണം ജോലിക്ക് പോവാൻ. ഈ ഭാര്യ ഇയാളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, ഏത് സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? കാഴ്ചയില്ലാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ജീവിച്ചതിന് കാര്യമില്ലാതെയായി മാറും. അവിടെയാണ് കുടുംബത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട പാഠം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കണം. സമയം കൂടുതലില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്. ആദ്യം, എന്ത് കുടുംബം എന്നാൽ എന്ത്?
അതാണ് ആദ്യത്തെ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വെക്കേണ്ട പാഠം. എന്താണ് ഈ കുടുംബം എന്നത്? ഇപ്പോ ഈ അടുത്ത് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ചാണ്. ആ സിനിമ സംവിധാനം ചെയ്ത മനുഷ്യന് ആ സിനിമ ഇങ്ങനെ ഓടുകയാണ്. അതിനിടയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ ഈ സിനിമ കണ്ട് ഒരു 10 കുടുംബം ഡൈവോഴ്സ് ആയാൽ ഞാൻ സന്തോഷവാനായി എന്ന്. ഒരു സിനിമ എടുത്ത മനുഷ്യൻ, ആ സിനിമ ഒരു പ്രത്യേക തീമാണ് എന്ന് പറഞ്ഞാൽ അത് ഹോമോസെക്സിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ആ സിനിമ എടുത്ത സംവിധായകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഉറക്കെ പറയാണ്, എൻ്റെ സിനിമ കണ്ട് 10 കുടുംബം തകർന്നാൽ ഞാൻ സന്തോഷവാനായി എന്ന്. ഒരു ഭാഗത്ത് കുടുംബം എന്ന വ്യവസ്ഥയെ മുച്ചൂടും തകർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞത്. എന്നിട്ടോ ആ പറഞ്ഞ സംവിധായകൻ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക്? ഭാര്യയും കുട്ടികളുമായി സുഖത്തിൽ ജീവിക്കാൻ, സ്വന്തം ഭാര്യയെ ഒഴിവാക്കാതെ ആ സന്തോഷം അയാൾക്ക് വേണ്ട. എന്നിട്ട് അയാൾ ആരാന്റെ കുടുംബം തകർക്കാനുള്ള സിനിമയെടുത്ത് നടക്കാൻ. ഒരു ഭാഗത്ത് സിനിമയും മറ്റു കാര്യങ്ങളും കലകളും ഒക്കെ നെഗറ്റീവായ സന്ദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുത്ത് സമൂഹത്തിന് കൊടുത്ത് കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇവിടെ കുടുംബത്തിൻ്റെ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഒരാണും ഒരു പെണ്ണും ആ 2 പേരും കൂടിച്ചേരുന്നത് ഒരു കുടുംബമാണോ എന്ന് ചോദിച്ചാൽ അത് കുടുംബമാവണം എന്നില്ല. അത് കുടുംബമാവേണ്ടത് എപ്പോഴാണ്? കുടുംബം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. എന്താണ് ഈ കുടുംബം? നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ക്ലീശേ ഡയലോഗ് ഉണ്ട്, ഇമ്പമുള്ളത് കുടുംബം അല്ലെ? ഇതുവരെ കൂടി തിമ്പറ്റുണ്ടായിട്ടുണ്ടോ? അപ്പൊ ഈ കുടുംബം, ഇമ്പമുള്ളത് കുടുംബം, ആ ക്ലീശേ ഡയലോഗിന്റെ അപ്പുറത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കണം. എന്തിനാണ് കുടുംബം? എന്താണ് കുടുംബം? ഞാൻ പറയണത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പോയിന്റാക്കി മാത്രം പറയും. മനുഷ്യൻ എന്ന ജീവിയാണ് ഞാനും നിങ്ങളുമൊക്കെ. 8.7 മില്യൺ സ്പീഷീസ് ഈ ലോകത്തുണ്ട്. 8.7 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 87 ലക്ഷത്തിലധികം ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ, പക്ഷികൾ, വൃക്ഷലതാദികൾ, ഇതെല്ലാം കൂടി ചേർത്താൽ 87 ലക്ഷം സ്പീഷീസ് ഈ ഭൂമിയിലുണ്ട് എന്ന് ശാസ്ത്രകാരന്മാർ നമ്മളോട് പറയുന്നു. അതില് 1.2 മില്യൺ ആണത്രേ പേര് നൽകി കണ്ടെത്തിയത്. ബാക്കിയൊക്കെ സൂക്ഷ്മാണുക്കളും ഇനിയും കണ്ടെത്താത്തതൊക്കെ ഉണ്ട്. ഈ 8.7 മില്യൺ സ്പീഷീസ് ജന്തുജാലങ്ങളിൽ ഒന്നിന്റെ പേരാ മനുഷ്യൻ. ഒന്ന്. ആ മനുഷ്യൻ എന്ന ജീവിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. മറ്റെല്ലാ ജന്തുക്കളിൽ നിന്ന്, ജീവികളിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. ഏറെ വ്യത്യസ്തൻ. ആദ്യമായി മനുഷ്യനെ ഉണ്ടാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് മുമ്പിൽ, ജിന്നുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു ആദം അലൈഹിസ്സലാമിനെ. അങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് നിരനിരയായി നിർത്തിയിട്ട് അള്ളാഹ് പറയാണ്, ഇത് എൻ്റെ പുതിയ മോഡൽ സൃഷ്ടിയാണ്. ഡിസ്പ്ലേക്ക് വെച്ചതാ അവരുടെ മുമ്പിൽ. അവര് ചോദിച്ചത് എന്താണ്? ഇതാണ് മനുഷ്യൻ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, നിന്നെ മാത്രം പ്രാർത്ഥിക്കാൻ ഞങ്ങളില്ലേ? എന്തിനാ ഇങ്ങനത്തെ ഒരു സാധനം? അപ്പോഴാണ് ശരിയും തെറ്റും തൻ്റെ വിശേഷ ബുദ്ധി കൊണ്ട് വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള ഏറ്റവും കഴിവുറ്റ മികച്ച ജീവികളിൽ ഒന്നാണിത് എന്ന് അള്ളാഹ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായിരുന്നു ആദം അലൈഹിസ്സലാം. കണ്ടോ നിങ്ങൾ? ആ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് അതിൽ നിന്നാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാം ഉണ്ടായത്. അല്ലാതെ കുരങ്ങൻ മനുഷ്യനായതൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ വിഷയം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മള് ഏറ്റവും മികച്ച ജീവികളിൽ ഒന്നാണ്. ഇനി എന്താ നമ്മുടെ പ്രത്യേകത? ഏറ്റവും മികച്ച ജീവികളിൽ ഒന്നായ മനുഷ്യന് ചില പ്രത്യേകതകൾ ഉണ്ട്. അതെന്താ? ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ചിരിക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ, ചിരിക്കുന്ന ജീവി ഭൂമിയിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഒരു പട്ടിക്ക് തിന്നാൻ കൊടുത്താൽ ആ പട്ടി നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാറില്ല, ബാക്കോട്ട് തിരിഞ്ഞു വാലാട്ടും. ഒരു പൂച്ച, ആട്, കോഴി, ആന നമ്മുടെ മുമ്പിൽ ആരും ചിരിക്കാറില്ല. മനുഷ്യന് മാത്രമേ നാം ചിരിക്കും പോലെ പുഞ്ചിരിക്കാനും ചിരിക്കാനും പറ്റൂ.
മനുഷ്യന് മാത്രമേ ഞാനും നിങ്ങളുമൊക്കെ സംസാരിക്കും പോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. മനസ്സിനകത്ത് വരുന്ന ആശയങ്ങളെ വാക്കുകൾ കൊണ്ട് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏകജീവിയുടെ പേരാണ് മനുഷ്യൻ. കണ്ടങ്ങളെ, അപ്പൊ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, എത്ര സാധനങ്ങൾ. വിശേഷ ബുദ്ധിയുണ്ട്, ലജ്ജയുണ്ട്. എത്ര കാലം ഉണ്ടാവും എനിക്കറിയില്ല. ലജ്ജയുണ്ട്. അവൻ വസ്ത്രം ധരിച്ചേ നടക്കുള്ളൂ. ഒരു പോത്തും ഇന്ന് വരെ ഒരു ട്രൗസർ ഇട്ടിട്ടില്ല. ഒരു പൂച്ചയും ഇന്ന് വരെ ഉടുത്തു നോക്കിയിട്ടില്ല. അവര് മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ സ്വതന്ത്ര ചിന്തയുമായി വന്ന് നമ്മളോട് പറയണത് എന്താണെന്നറിയോ? വസ്ത്രമൊന്നും വേണ്ട, ഏത് റോട്ടുമ്പിൽ വെച്ച് ഇണചേരാൻ എന്നൊക്കെയാണ്. പട്ടിയെ പോലെ, പോത്തിനെ പോലെ മനുഷ്യനെ ആക്കി തീർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത്. അവിടെയാണ് അവരുടെ മുന്നിലാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് അത് നടപ്പില്ല എന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം ഈ മനുഷ്യന്റെ പ്രത്യേകതകൾ. ഇനി ഞാൻ ആ പ്രത്യേകതകളൊക്കെയാണ് മാറ്റിവെച്ചു, സകല പ്രത്യേകതകളെയും മാറ്റിവെച്ചു. ഇനി ഞാൻ പറയുന്ന പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഉമ്മമാർ, ഉപ്പമാർ, നിങ്ങളിങ്ങനെ മനസ്സിനകത്ത് ഓർത്തു വെക്കണം. 2 പ്രത്യേകത മനുഷ്യനുണ്ട്. ആ 2 പ്രത്യേകതയാണ് പാരന്റിങ്ങിലേക്കും കുടുംബത്തിലേക്കും നിങ്ങളെ ക്ഷണിക്കുക. അതെന്താ മനുഷ്യന്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും പതുക്കെ വളരുന്ന ജീവിയാണ് മനുഷ്യൻ. ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും പതുക്കെ വളരുന്ന ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ വളർച്ച, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് വെരി സ്ലോ. എന്തൊരു സ്ലോ എന്ന് പറയുന്നത്, അങ്ങോട്ട് വളർന്നു കിട്ടൂല. ഇനി എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ച അന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലെ ആട് പ്രസവിച്ചു. അപ്പൊ നിങ്ങളെ ഭാര്യയും ആടും ഒരേ ദിവസം പ്രസവിച്ചു. ഓക്കെ ആണല്ലോ? 2 ആളുടെയും ബർത്ത്ഡേ, 2 കുട്ടീൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. ആടും പ്രസവിച്ചു, നിങ്ങളുടെ ഭാര്യയും പ്രസവിച്ചു. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, 1 കൊല്ലം കഴിഞ്ഞു, പ്രസവിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിയുമ്പോ ആട്ടുകുട്ടി എന്തായിണ്ടാവും? വലിയ ആടായിണ്ടാവും, പ്രായപൂർത്തിയായിട്ടുണ്ടാവും അല്ലേ? ഒരു പെരുത്താട്. പാലുകുടിയൊക്കെ നിർത്തി അമ്മയിൽ നിന്ന് സ്വതന്ത്രമായി ആ ആട് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളെ കുട്ടി എന്തായിണ്ടാവും? അപ്പോഴും മലന്നിങ്ങനെ കിടന്നിട്ട് അപ്പിയും മൂത്രവും ഒക്കെ ബെഡിൽ അല്ലേ, ഒരന്തും കുന്തും ഇല്ലാതെ ഈ കുട്ടി കിടക്കുന്നുണ്ടാവും. 2 കൊല്ലം കഴിയുമ്പം ആട്ടുംകുട്ടി എന്താവും? ആട്ടുംകുട്ടി വേറൊരു ആടിനെ പ്രസവിക്കും അല്ലേ? ആ ആട് അമ്മയാകും, ഉമ്മയാകും അല്ലേ? 2 കൊല്ലം നിങ്ങളെ കുട്ടി എന്താവും? നടക്കാൻ തുടങ്ങിയോ? അപ്പോഴുണ്ടോ തടഞ്ഞു വീണ് അല്ലേ? നമ്മളില്ലാതെ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും അപ്പിയിട്ടാൽ പോലും സ്വന്തമായി കഴുകാൻ അതിന് കഴിയില്ല. ഞാനൊരിക്കല് ഒരു വിദേശ രാജ്യത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുറേ ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അവരോടൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. ആ കുട്ടികളോട് ഇങ്ങനെ സാറൊന്ന് സംസാരിക്കും. എനിക്ക് ഈ ചെറിയ കുട്ടികളോട് സംസാരിച്ചുള്ള പരിചയം കുറവാണ്. സ്കൂൾ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പരിചയം കുറവാണ്. എന്നാലും ഗൾഫിലൊക്കെ ചെന്നതല്ലേ, ഞാൻ മൈക്ക് എടുത്തിട്ട് അവരുടെ മുന്നിലേക്ക് നിന്നിട്ട് ഞാൻ ചോദിച്ചു, ആ കുട്ടികളോട്, ഞാൻ ചെറിയ മക്കളാണ്, അവരിങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഉമ്മ ഉണ്ടോ എല്ലാവർക്കും? അപ്പൊ എല്ലാരും പറഞ്ഞു ആ ഉമ്മ ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഉമ്മ? അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റെൻഡ് അടിച്ചിരിക്കുക, ഒന്നും ഉണ്ടില്ല. എന്തിനാ ഉമ്മ? നിങ്ങൾക്ക് എന്തിനാ ഉമ്മ എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോ, ഒരു ചെറിയ കുട്ടി, മുന്നില് ഇരിക്കുന്ന ഒരു കുട്ടി കസേരമ്മൽ ചാടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, അപ്പി കഴുകാൻ. ആ കുട്ടിന്റെ ഉത്തരം വളരെ കറക്റ്റാണ്. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കയ്യിൽ എന്തെങ്കിലും ഒരു പഴം കൊടുത്താൽ അത് വായിക്ക് കൊണ്ടുപോയി തിന്നാം. അപ്പിട്ട് എന്താ ചെയ്യാ? ഇത് കഴുകാൻ ഈ കുട്ടിക്ക് അറിയില്ലല്ലോ. ആ കുട്ടി പിള്ള മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട് സത്യമായിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഉമ്മ വേണ്ടത് ഇതിനാണ് എന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് സ്വയം ശുദ്ധീകരിക്കാൻ പോലും കഴിയാത്ത അത്ര ഡിപ്പെൻഡന്റ് ആണ് കുട്ടി. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ഏറ്റവും സ്ലോ വളർച്ചയുള്ള ജീവി. ഇനി ഞാൻ പറയണ്ടല്ലോ, 18 വയസ്സുള്ള മക്കളുള്ളവർ ഒന്ന് കൈപൊക്കി. 18ഉം അതിനു മേലെ പ്രായമുള്ള മക്കളുള്ളവർ ആ കൈപൊക്കിയവരോടാണ് എന്റെ ചോദ്യം. മക്കളെ പോറ്റി തീർന്നോ? ഇല്ലേ? ഇനി എപ്പോഴാ തീരുക? ഏകദേശം തീർന്നോ? ഇനി എപ്പോഴാ തീരുക? തീരുവോ? എപ്പോ തീരൂ? അവരെ കല്യാണം കഴിച്ചാൽ തീരുവോ? കല്യാണം കഴിച്ചിട്ട് കെട്ടിയോൻ 2 കൊടുത്തു, 2 അടി കൊടുത്തു കെട്ടിയോന്. ഉടൻ വിളി വരിക പോലീസിനാ, വനിതാ കമ്മീഷനാ? ആദ്യം വിളി വരിക ഉമ്മക്ക് വിളി വന്നു പറയും, ഉമ്മ മൂപ്പരെന്നെ തല്ലി. അപ്പോഴും ഉമ്മ പറയും, അന്നെ പോറ്റി തീർന്നില്ലേടി ഞാൻ അല്ലേ? അപ്പൊ മക്കളെ ഒരിക്കലും പോറ്റി തീരില്ല. 2 പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിലുള്ള
ഈ ഓഡിറ്റോറിയത്തിലുള്ള സഹോദരങ്ങളുടെ മനസ്സിൽ വേണം. ഏറ്റവും പതുക്കെ വളരുന്ന ജീവി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം പോറ്റുന്ന ജീവി മനുഷ്യനാണ്. വേറൊരു മൃഗത്ര പോറ്റൂലെന്ന്. കോഴി മുട്ട വിരിഞ്ഞിറങ്ങിയാൽ അത് ചിറക് കൊണ്ട് കുട്ടികളെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കും. പക്ഷേ ആ കോഴിക്കുഞ്ഞ് ഒരിത്തിരി വളർന്ന് ചിക്കിപ്പെറുക്കി തിന്നാൻ പാകമായാൽ കോഴി കൊത്തിയാട്ടും. 5-6 മാസമാണ് ഒരു കോഴി കുഞ്ഞിനെ നോക്കുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പാരന്റിങ് കഴിഞ്ഞു. ആരും കോഴിക്ക് ക്ലാസ് എടുക്കില്ല എങ്ങനെ കുട്ടികളെ വളർത്താം. കാരണം അത് ആകെ 5-6 മാസം കൊണ്ട് കഴിഞ്ഞു. ഒരു പൂച്ചക്കുഞ്ഞ് ജനിക്കുമ്പോ പൂച്ചക്കുഞ്ഞിന് കണ്ണ് കാണൂല, കണ്ണില്ല, കണ്ണ് കീറാതെയാണ് പൂച്ചക്കുഞ്ഞ് ജനിക്കുക. ആ പൂച്ചക്കുഞ്ഞുങ്ങളെ കാടൻ പൂച്ച കടിക്കാതെ, നായ പിടിക്കാതെ, ഒന്നും ഒരു ജീവിക്കും കൊടുക്കാതെ പലയിടങ്ങളിൽ കടിച്ചു കൊണ്ടുപോയി വെച്ച് ആ പൂച്ചത്തള്ള പോറ്റും. എന്നിട്ട് കണ്ണൊക്കെ കീറിക്കഴിഞ്ഞ് അല്പം കൂടി ഒന്ന് വളർന്ന് ഇര പിടിക്കാൻ പ്രാപ്തിയായി എന്ന് തോന്നുമ്പോ പൂച്ചത്തള്ളന്റെ പാട്ടിന് പോകും. മനുഷ്യന്റെ 3 പ്രത്യേകതകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കും. എന്നിട്ട് നമുക്ക് കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും പതിയെ വളരുന്ന ജീവി, സ്ലോ ഗ്രോത്ത്. രണ്ടാമത്തെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാലം വളർത്തുന്ന ജീവി. മൂന്നാമത്തെ പ്രത്യേകത കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുടുംബം എത്ര പ്രധാനമുണ്ട് എന്ന് മനസ്സിലാവും. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? മക്കളിൽ ഇത്രമേൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജീവി വേറെയില്ല. മക്കളെ പ്രതീക്ഷിക്കും. ഒരു കോഴി, ആ കോഴി മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുമ്പം പ്രതീക്ഷിക്കാറില്ല, ഞാൻ കുറെ കാലം കഴിഞ്ഞ് വാദം പിടിച്ച് കിടക്കുമ്പോ എന്റെ കോഴിക്കുഞ്ഞുങ്ങൾ എനിക്ക് തീറ്റ തരുമെന്ന് ഈ കോഴിത്തള്ള വിചാരിക്കാറില്ല. ഉണ്ടോ? ഒരു പൂച്ച, ഞാൻ പെറ്റ മക്കള് വയസ്സാം കാലത്ത് എൻ്റെ അടുത്ത് വരും എന്ന് അവര് പ്രതീക്ഷിക്കാറില്ല. അപ്പൊ 3 പ്രത്യേകതകളാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്കുള്ളത്. അതുകൊണ്ടാണ് പാരന്റിങ് എന്ന് പറയുന്ന സാധനം പ്രധാനപ്പെട്ടതാവുന്നത്. എന്താ? മക്കളെ വളർത്തൽ പ്രധാനപ്പെട്ടതാവുന്നത്. അത്രയും കാലം വളർത്തണം. ഉണ്ടോ? ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, ആ പ്രതീക്ഷ എവിടെ വരെ എത്തും? ഇനി മരിക്കണവരെ മക്കളെ പോറ്റും. മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും മക്കളിൽ ഒരു പ്രതീക്ഷയാണ്. ഇതാ മാത്തൽ ഇൻസാന ഇൻകത്ത അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻകത്ത അമലുഹു, എല്ലാ അമലുകളും നിന്നുപോകും. ഇല്ലാ മിൻ സലാസ. റസൂൽ ഇങ്ങനെ കയ്യിൽ എണ്ണീട്ട് പറയാണ്, 3 എണ്ണം ഒഴികെ 3 സാധനം മരിച്ചു കഴിഞ്ഞാലും തീരാത്തതുണ്ടാകും. എന്താ? ഒന്നാമത്തത് എന്താ? ഒന്നാമത്തെ സാധനം സ്വതക്കത്തുൽ ജാരിയ. ജാരിയായ സ്വതക്ക, പള്ളിക്കും മദ്രസക്കൊക്കെ കൊടുത്ത നിലനിൽക്കുന്ന സ്വതക്ക. രണ്ടാമതോ ഉപകാരപ്രദമാക്കുന്ന അറിവ്. നാളെ ഖബറിലെത്തുമ്പോ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും ചെറിയ രാജ്യം, ഏറ്റവും വലിയ പുഴ, ഏറ്റവും ചെറിയ പുഴ, PSCന്റെ ക്വസ്റ്റ്യൻ ഒന്നും അവിടെ ചോദിക്കില്ല. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ദീനുണ്ടാവണം. മൂന്നാമതായി റസൂൽ എണ്ണി പറയുകയാണ്, വലതുൻ സ്വാലിയോൻ യദോ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മരിച്ചാലും മക്കളിൽ പ്രതീക്ഷിക്കാൻ. ഞാൻ മരിച്ചാലും ഭൂമിയിൽ എനിക്ക് വേണ്ടി മക്കൾ ബാക്കിയാവണം, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ മനുഷ്യൻ എവിടെ വരെ എത്തി നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും പതിയെ വളരുന്നു. 3, രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ വളർത്തു കാലഘട്ടം. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, എന്താ മൂന്നാമത്തെ പറഞ്ഞ്? ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ഇനിയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തലും കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയേണ്ടത്. ഞാൻ പറഞ്ഞത് ചുരുക്കി പറയാണ്. ആദ്യത്തെ എന്റെ ചോദ്യം, കുടുംബം എന്നാൽ എന്ത്? എന്താ നിങ്ങൾക്ക് ഉത്തരമുള്ളത്? കുടുംബം മുമ്പുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു ക്ലീശേ ഡയലോഗാ. എന്താ കബാബ് ബീരാൻ? കമോൺ, എന്താ കുടുംബം? ഇന്നെ പറയിപ്പിക്കരുത് കബാബെ. എന്താ ഈ കുടുംബം? കബാബിന്റെ സ്റ്റുഡന്റ് ആട്ടോ. നീ ഇരുന്നോ? ഓ, എന്തൊരു ബഹുമാന കബാബിന്. ഇരിക്കി, എന്തിനു പറഞ്ഞു? എന്താ കുടുംബം? കബാബിന് കുടുംബല്ലേ അല്ലേ? നിങ്ങൾ പോരായിട്ടല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ജോലിയൊക്കെ കിട്ടിയെന്നാ പറയണേ. കുടുംബം ഉണ്ടാക്കണേ, പെണ്ണെടുക്കാൻ തീരുമാനിച്ചില്ലേ? നോക്കണ്ടില്ല. ശരിയായിക്കോളൂ. കബാബ് പെടാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താ ഈ കുടുംബം? കബാബ് ഇപ്പോൾ അന്തപ്പെട്ട് നിൽക്കുക, അവന് കുടുംബം എന്താ മനസ്സിലായില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിന് അകത്ത് ഇങ്ങനെ ഇട്ട് വെക്കണം. മനുഷ്യൻ എന്ന ജീവിക്ക് എന്താണ് വേണ്ടത് എന്ന ഒരു ചോദ്യം. എന്താ ചോദ്യം? മനുഷ്യന് എന്താണ് വേണ്ടത്? മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ
മനുഷ്യനിലുള്ള തത്വചിന്തകരൊക്കെ ചോദിച്ച ചോദ്യമാണ്, ഫിലോസഫേഴ്സ് ഒക്കെ ചോദിച്ച ചോദ്യമാണ്, മനുഷ്യൻ എന്താ വേണ്ടത്? സ്വത്താണ്, ഭംഗി, സൗന്ദര്യമാണ്, അധികാരമാണ്, മനുഷ്യരെന്താ വേണ്ടത്? അങ്ങനെ കുറെ കാലം മനുഷ്യൻ ഇതിന്റെ ബാക്ക് പോയി, എന്താ വേണ്ടത്? അവസാനം ഇസ്ലാമൊക്കെ വന്നപ്പോഴാണ് മനുഷ്യന് എന്താണ് വേണ്ടത് എന്നതിന് ഉത്തരം കിട്ടിയത്. ഞാൻ പറഞ്ഞ സമയമില്ലാത്തതോടെ ചുരുക്കി പറയാം. എന്താ ഉത്തരം എന്നറിയോ? ഒന്ന് പറയട്ടെ, നിങ്ങൾ മനസ്സിലുണ്ടാവുമോ? ഉണ്ടാവുമോ? നമ്പർ 1 സമാധാനം, 2 സന്തോഷം, 3 സംതൃപ്തി. ഒന്നുകൂടി പറയാം, പീസ് ഓഫ് മൈൻഡ്, സമാധാനം, 2 സന്തോഷം, 3 ഈ 3 സാധനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് കിട്ടൂല, സഞ്ചായിട്ട് പോയാലും കിട്ടൂല. കിട്ടുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ നിന്നാണ് ഇറങ്ങിയിട്ട് നെസ്റ്റോയിൽ പോയി നോക്ക്. അതാണ് ഇപ്പൊ കോഴിക്കോട്ടെ ഏറ്റവും വലിയ പീടിയ. അവിടെ ചെന്നിട്ട് വന്ന് ഉറക്കെ ചോദിച്ചു നോക്ക്, ഒരു 1/2 കിലോ സമാധാനം. ആ നെസ്റ്റോന്റെ മുതലാളി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും, കിട്ടുകയാണെങ്കിൽ 250 എനിക്ക് തരണം. അയാൾക്കും ഉണ്ടാവില്ല. ആ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ബിസിനസ് നടത്തുന്ന ആ ചങ്ങായിക്ക് ഇല്ലാത്തതായിരിക്കും. കണ്ടാ? അതിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, ഇത് എവിടെ കിട്ടുക? തെങ്ങുമെന്ന് കിട്ടുമോ? മാവുമെന്ന് കിട്ടുമോ? മരത്തുമെന്ന് കിട്ടുമോ? അങ്ങാടി കിട്ടുമോ? ഇല്ലേ ഇല്ല. മനുഷ്യൻ ഈ 3 സാധനം വേണ്ടിയുള്ളൂ. കള്ള് ഷാപ്പ് പോയി വരിക്കണ ചങ്ങായിനോട് ചെന്നിട്ട് മൈക്കും കൊണ്ട് ചോദിക്കാണ് ആൾക്കാര്, എന്തിനാ ചങ്ങായി ഇങ്ങനെ കള്ളുടിക്കണേ? മോനും പറയാൻ തരുമോ? മനസമാധാനം വേണ്ടേ? അത് കിട്ടുന്ന സ്ഥലപ്പ് കണ്ടാ? നിങ്ങൾ ആൾ ദൈവങ്ങളെ തെരഞ്ഞു പോകുന്ന ആളുകൾ, മക്ബറ തേടി പോകുന്ന ആളുകൾ. ചില ആൾക്കാർ മക്ബറ ചെന്നിട്ട് കമിഴ്ന്ന് കിടക്കാണ്. അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്തിനാങ്ങളെ കിടക്കണമെന്ന് അയാൾ പറയും സമാധാനം, സന്തോഷം. ആൾ ദൈവങ്ങളെ തേടി പോകുന്ന ആളുകൾ, എത്രയോ ആൾ ദൈവങ്ങൾ. അവരെടുത്ത് ചെല്ലുമ്പോൾ അവരോട് ചോദിക്കും, എന്താ നിങ്ങൾക്ക് വേണ്ടത്? സമാധാനം, സന്തോഷം, സംതൃപ്തി. ഇതെവിടുന്ന കിട്ടുക? ആൾ ദൈവങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുമോ? മക്ബറയിൽ നിന്ന് കിട്ടുമോ? നെസ്റ്റോന്ന് കിട്ടുമോ? ഇല്ലേ ഇല്ല. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. കബാബ് കേൾക്കണ്ടോ? കേൾക്കണ്ടോ? കബാബ കുടുംബാവാൻ പോണ ആള്. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. മനുഷ്യന് 3 സാധനം വേണം. ഈ 3 സാധനവും കിട്ടാൻ വേണ്ടി, ഒന്നുകൂടി ഞാൻ പറയാം, കേൾക്കണ്ടല്ലോ? 3 സാധനം കിട്ടാൻ വേണ്ടി 2 മനുഷ്യർ ഒരുമിച്ച് ചേരുന്നതിന്റെ പേരാണ് കുടുംബം. ഇനി മറക്കുവോ? അപ്പൊ എന്തിനാ കുടുംബം? അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഈ 3 എണ്ണാണല്ലോ കല്യാണം കഴിച്ചപ്പോ മുതൽ പോയത്, അല്ലേ? അല്ലെങ്കിൽ ആലോചിക്കുന്ന ചില ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചു, ചില ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഓല് വിചാരിക്കാണ്, ഇതാണല്ലോ കുറച്ചവരെ 3 എണ്ണം പോയത്. ഇത് പോവാനുള്ള സാധനമല്ല. ഈ 3 എണ്ണം ദുനിയാവിൽ എവിടെ കിട്ടൂല. ഈ 3 എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാണും പെണ്ണും ചേർന്നത്. അപ്പൊ ഇനി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭാര്യമാര് ചിന്തിക്കണം, ഇന്ന് ഭർത്താവിന്റെ കയ്യും പിടിച്ച് ഈ കോണിപ്പടി ഇറങ്ങുമ്പോ, ലിഫ്റ്റ് ഇറങ്ങുമ്പോ ഒരു ചിന്തിക്കണം, നിങ്ങളെ കൈ ഞാൻ എന്തിനാ പിടിച്ചെന്നറിയോ? എന്തിനാ? സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടണം. എവിടെയും കിട്ടൂല, എവിടെയും എത്ര കോടികൾ കൊടുത്താലും കിട്ടൂല. അത് കിട്ടാനുള്ള സ്ഥലമാണ് എന്ത്? കുടുംബം. അപ്പൊ കുടുംബം തന്നെ എന്താ? ഒരാണ് ഒരു പെണ്ണിനെ കെട്ടുക, എന്നിട്ട് പുറകെ കൊണ്ടുവരിക, അതിനെ അങ്ങോട്ട് കുത്തുക, ഇങ്ങോട്ട് കുത്തുക. ആണോ? ഇത് കുടുംബമല്ല, അത് അച്ചറയാണ്. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ കിട്ടണം. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആണുങ്ങൾ ചിന്തിക്കണം, ഇതെങ്ങനെ എന്റെ ഭാര്യക്ക് ഞാൻ സമാധാനം കൊടുക്കും? എങ്ങനെ എന്റെ ഭാര്യക്ക് സംതൃപ്തി കൊടുക്കും? എങ്ങനെ എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കും? അത് ഭർത്താവ് ചിന്തിക്കണം, ഭാര്യ ചിന്തിക്കണം, എന്റെ ഭർത്താവിന് ഞാൻ ഇത് 3 എങ്ങനെ കൊടുക്കും? ഇത് കൊടുക്കാനുള്ള മത്സരത്തിന്റെ പേരാണ് ജീവിതം. എന്റെ ഭാര്യക്ക് ഇത് കിട്ടണം. ഇത് കിട്ടണമെങ്കിലോ ചില കാര്യങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ തിരിച്ചറിയണം. അവ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുറെ ആണുങ്ങളുണ്ട്, ഓരോ കൂടെ വന്ന പെണ്ണുങ്ങളുണ്ട്, അല്ലേ? ആണിന് വേണ്ടതല്ല പെണ്ണിന് വേണ്ടത്, പെണ്ണിന് വേണ്ടതല്ല ആണിന് വേണ്ടത്. ഇത് വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുക അങ്ങനെയാണ്. ആണുങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? അതല്ല പെണ്ണുങ്ങൾ. ആണുങ്ങൾക്ക് വേണ്ട സാധനം അറിയോ? പവർ. ആണുങ്ങളുടെ ആ പവറിനെ അംഗീകരിക്കണം. ആണല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ പെണ്ണ് എന്ത് ചെയ്താൽ മതി? ആ പവറിനെ അംഗീകരിച്ചാൽ മതി. ഈ ആണുങ്ങളൊക്കെ പുരയിൽ വന്നിങ്ങനെ പറയും, എടി ഞാൻ ഇന്ന് ഓഫീസിൽ ചെന്നപ്പോ അവിടെ ഒരു പ്രശ്നം, ഭാര്യ ഇങ്ങനെ കേൾക്കും. എന്നിട്ട് ഞാനങ്ങോട്ട് ചെന്നപ്പോ, ഞാനങ്ങോട്ട് എത്തിയപ്പോ, ഞാനങ്ങോട്ട് ഇടപെട്ടപ്പോ, ഞാനങ്ങോട്ട് പറഞ്ഞപ്പോ കുറെ ഞാൻ ഉണ്ടാവും. ആണുങ്ങൾ വർത്തമാനം മേലുണ്ടാവും. അതാണ് പവർ. അപ്പൊ കുറച്ചേരം കേട്ടിട്ട് ഈ പെണ്ണ് പറയാം, പിന്നെ നിങ്ങൾ വലിയ ആള് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന്. അയാൾ പിന്നെ ഒരിക്കലും നിൽക്കൂല അവിടെ. അപ്പൊ ആ പെണ്ണെന്താ പറയേണ്ടത്? തന്നെ നിങ്ങൾ ഉണ്ടായതുകൊണ്ട് കഴിച്ചിലായിട്ടോ, എന്തൊരു വലിയ മനുഷ്യൻ.
അതാണ് അംഗീകരിച്ചത്. ഇത് ഈ പെണ്ണുങ്ങളാണെങ്കിൽ എന്താ അതിനിങ്ങനെ പറയാതെ നിൽക്കും. പിന്നെ നിങ്ങൾ ഉണ്ടായിട്ടാണോ വെറുതെ വലിയ ആളാണോ ഇങ്ങനെ പറയും. അത് ചൂടാവും, അയാൾക്ക് ചൂടാവും. അയാളുടെ പവർ അംഗീകരിക്കണം. ഞങ്ങള് അവിടെ തീർന്ന് പ്രശ്നം തീർന്ന്. ഇനിയോ പെണ്ണിന് വേണ്ടത് എന്താ? ആണിന് വേണ്ടത് ഈ പവറും സെക്സും ഒക്കെ. സെക്സിനൊക്കെ വളരെ പ്രധാനമാണ് ആണിന്. എന്നാൽ പെണ്ണിന് ഇതൊന്നും വേണ്ട. പെണ്ണിന് വേണ്ട സാധനം രണ്ടെണ്ണാണ്. അതുകൊണ്ട് കൊടുത്താൽ ഇതത്ര ചക്കര വേറെ ഉണ്ടാവില്ല. ഒന്നാമത്തെ സാധനത്തിന്റെ പേരാണ് സ്നേഹം. ആ സ്നേഹം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, അതിങ്ങനെ പ്രകടിപ്പിക്കണം അവളോട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് പറയണം, അന്നെ ഇഷ്ടാട്ടോ. നമ്മളാണിത് പറയാൻ മറന്നു പോകൂലേ? മറന്നു പോലെങ്ങള്. ഇടയ്ക്കിടയ്ക്ക് ഈ പെണ്ണിനോട് സ്നേഹം പ്രകടിപ്പിക്കണം. രണ്ടാമത്തെ ഒരു സാധനം ഉണ്ട് ഈ പെണ്ണിന്, അതിന്റെ പേരാണ് പരിഗണന എന്ന്. പരിഗണിച്ചാൽ ഈ പെണ്ണിന് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനം കിട്ടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സെക്സ് വേണം. എപ്പോഴാ കിട്ടുക? അത് പിടിച്ചു വാങ്ങിയാൽ കിട്ടൂല. എപ്പോ കിട്ടും? ആ കിട്ടണമെങ്കിൽ ഈ പെണ്ണിനെ പരിഗണിക്കണം, ആ പെണ്ണിനെ സ്നേഹിക്കണം. അപ്പൊ ഈ സാധനം എങ്ങനെ കിട്ടും? ഇത് നമ്മളെ ഭാഗത്തുനിന്ന് ഇത് പരിഗണിക്കാൻ പറഞ്ഞു. എന്താ ഈ പരിഗണന എന്ന് പറഞ്ഞാൽ? ഇവളാണ് ഏറ്റവും പ്രധാനം എന്ന ഒരു ചിന്തക്ക് പേരാണ് പരിഗണന. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങള് ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്, ഭാര്യന്റെ ഫോണിൽ നിന്ന് ഒരു ഫോണ് ബെല്ലടിച്ച് ചെവിയിൽ വെച്ചപ്പോ ഫോൺ ചെയ്യുന്നത് ഭാര്യയല്ല, ചെറിയ കുട്ടിയാണ്, ഇളയ കുട്ടിയാണ് ഫോൺ ചെയ്യുന്നത്. എടീ, നമ്മളെ മോന് 4 വയസ്സ് 5 വയസ്സുള്ള മോൻ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ഉപ്പച്ചി വരുമ്പോ ഒരു മുട്ടായി കൊണ്ടുവരുമോ? ആരാ ചോദിക്കണേ? നമ്മുടെ കുട്ടി. ഞങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മുട്ടായി വാങ്ങുമല്ലേ? ഉറപ്പായിട്ടും വാങ്ങും അല്ലേ? എന്ത് സംഭവിച്ചാലും നമ്മളൊരു കടയിൽ ചെന്നിട്ട് പറയും ഒരു മുട്ടായി വാങ്ങാൻ പറയും. അങ്ങനെ ഒരു മുട്ടായി വാങ്ങുമ്പോൾ 3 കുട്ടികളുള്ള വാപ്പയാണ്. ഒരു കുട്ടിക്ക് ഇങ്ങനെ മുട്ടായി വാങ്ങുമ്പോൾ നിങ്ങളെ മനസ്സിലൊരു സാധനം ഓർമ്മ വരും. എന്താ ഓർമ്മ വരിക? ഒന്ന് വാങ്ങി വീട്ടിൽ പോകാൻ പറ്റുമോ? എത്ര കുട്ടികളുണ്ട്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 3 മുട്ടായി വാങ്ങും അല്ലെ? 3 മുട്ടായി വാങ്ങിയിട്ട് കീശയിലിട്ടിട്ട് നേരെ പുരേക്കാണ്ട് ചെന്ന് നമ്മുടെ വിളി കേൾക്കുമ്പോഴേക്ക് ചെറിയ മോനെ ഓടി വരും. 3 മുട്ടായി കൊണ്ട് കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ പറയും, എന്താ പറയാ, കാക്കക്കും താത്തക്കും കൂടി കൊടുത്തേക്കിട്ടാ ഓരോന്ന്. ഈ ചെക്കനെ ഓടി ചെല്ലും, താത്തക്കും കാക്കക്കൊക്കെ മുട്ടായി കൊടുക്കും. ഓലൊക്കെ ഹാപ്പിയാവും, എല്ലാവരും ഹാപ്പിയാവും. പാപ്പാനോട് കുട്ടികൾക്കൊക്കെ സ്നേഹം ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങള് ആ വീട്ടില് ഒരു കുട്ടി മുട്ടായിക്ക് പറഞ്ഞപ്പം വീട്ടിലുണ്ടായിരുന്ന മറ്റു 2 കുട്ടികളെ നിങ്ങൾ ഓർത്തു. ഈ കുട്ടികളെ നിങ്ങൾക്ക് തന്ന ഒരു പെണ്ണ് അവിടെ ഇല്ലേ? അതിന് നിങ്ങൾ ഓർത്തോ? ഇതന്നെ നിങ്ങൾ കുഴപ്പമോ? അതിന് ഓർക്കൂല. എന്നിട്ട് പിന്നെ അതിന്റെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും കിട്ടുമോ? അതിനോർത്തില്ല. അപ്പൊ 2-3 മുട്ടായി വാങ്ങുമ്പോ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ? എനിക്ക് ഈ കുട്ടികളെ സമ്മാനിച്ച ഒരു പെണ്ണ് എത്ര കഷ്ടപ്പാടാന്നറിയോ? ഈ ഗർഭം എന്ന് പറഞ്ഞ കക്കൂസിൽ പോലും മര്യാദക്ക് ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണത്. ഒരു പെണ്ണിന്റെ ശരീരം മുഴുവൻ നാശമായി പോകും. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഓള് ഗർഭം ധരിച്ചു, അതിനെ പെറ്റ്, എന്നിട്ടോ എന്തോ ഒരു ഭംഗിയുള്ള ശരീരമായിരുന്നു, അത് മുഴുവൻ നാശമായി. കുട്ടി പാലും കുടിച്ച് 4-5 പ്രസവം കഴിഞ്ഞപ്പോഴേക്ക് അത് ആകെ പോയി. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് 3 കുട്ടികളെ തന്ന ഈ പെണ്ണ് ഈ 3 മുട്ടായി വാങ്ങുമ്പോ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ കെട്ടിയോളും ഉണ്ടല്ലോ പുരയില്. പീഡിയക്കാരനോട് പറഞ്ഞു 3 മുട്ടായി. എന്നിട്ട് അയാളോട് പറഞ്ഞു വേറൊരു മുട്ടായും കൂടി കൊണ്ടാ. ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടം മഞ്ച, എന്റെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം വെള്ള കളർ ചോക്ലേറ്റ്, മിൽക്കി ബാർ. പീഡിയക്കാരനോട് പറഞ്ഞു 3 മഞ്ചും ഒരു മിൽക്കി ബാർ. 3 മഞ്ചും കുപ്പായത്തിന്റെ പോക്കറ്റിലിട്ടു, പിന്നെ ഒരു മിൽക്കി ബാർ വാങ്ങി പാന്റിന്റെ പോക്കറ്റിലിട്ടു. നമ്മൾ വീട്ടിൽ കണ്ട് കയറുമ്പോ മക്കൾ ഓടി വന്നു, 3 ആക്ക് മുട്ടായി കൊടുത്തു. കണ്ടോ? എന്നിട്ട് നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് സ്റ്റെപ്പ് കയറി പൊരേ കണ്ട് കയറുമ്പോ ഭാര്യ സലാം പറഞ്ഞു, ഓക്ക് കയ്യൊക്കെ കൊടുത്ത് പൊരേ കണ്ട് കയറുമ്പോ നമ്മൾ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മിൽക്കി ബാർ എടുത്ത് ആ പെണ്ണിന്റെ കൈക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നടി ഇത് കൊണ്ടുപോയിട്ട് തിന്നോ, കുട്ടികൾ കാണാൻ എനിക്ക് കിട്ടൂല. ആ പെണ്ണിന്റെ കയ്യിൽ മിൽക്കി ബാർ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോ ആ പെണ്ണിന്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു സാധനത്തിന്റെ പേരാണ് പരിഗണന എന്ന്. അല്ലാതെ അതിങ്ങനെ ഈ ചാർട്ടിൽ എഴുതി തൂക്കിയിട്ട് കാര്യമില്ല. എനിക്കുണ്ട് സ്നേഹം, ആരെ പറഞ്ഞില്ല കച്ചറ ഉണ്ടാക്കുമ്പോൾ സ്നേഹം ഉണ്ടായി. അപ്പൊ നിങ്ങളിങ്ങനെ ചിന്തിക്കേണ്ടത് എന്താ? ഈ പെണ്ണിന് അപ്പൊ എന്തുണ്ടിപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പരിഗണന വന്നു അല്ലെ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പെണ്ണ് വേഗം അടുക്കളയിൽ പോയി ഈ സാധനം പൊളിച്ച് ആ മിൽക്കി ബാറിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് നാവുമ്പലിടുമ്പോ ആ മിൽക്കി ബാർ നാവുമ്പൽ ഇങ്ങനെ അലിയുമ്പോ ആ പെണ്ണിന്റെ നാവിൽ ഇങ്ങനെ മധുരം വരും, അകത്ത് ഇങ്ങനെ പരിഗണന വരും. ഓ എന്റെ ഭർത്താവ് ആകെ ഇത് 5 ഉറുപ്പിന്റെ പണിയുള്ളൂ.
ഒരു 5 ഉറുപ്പ്യ ഇത് മുടക്കാതെ നമ്മളിങ്ങനെ ഓണോന്ന് പറഞ്ഞ് നടക്കും. എന്നിട്ട് പറയും കുടുംബാക്ക പ്രശ്നം കച്ചറ ഉണ്ടാ. ഇവക്ക് കൊടുക്കേണ്ട 2 സാധനങ്ങളാണ് കൊടുത്ത ആ പ്രശ്നം തീർന്നു. കണ്ടില്ലെങ്കില് അപ്പൊ നമ്മക്ക് കിട്ടേണ്ടത് ഇങ്ങോട്ട് കിട്ടും. മറ്റേ കച്ചറ ഉണ്ടാക്കിയിട്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ നിന്നിട്ട് സ്നേഹിക്കടി മര്യാദക്ക് സ്നേഹിക്കടി പറഞ്ഞ സ്നേഹം കിട്ടുമോ? ഇല്ല. ഇതാണ് കുടുംബം. അപ്പൊ എന്തിനാ നമ്മൾ കുടുംബമായത്? 3 കാര്യങ്ങൾ കിട്ടാൻ. ദുനിയാവിൽ എവിടെയും കിട്ടാത്ത 3 എണ്ണം, പൈസ കൊടുത്താൽ കിട്ടാത്ത 3 എണ്ണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ 3 എണ്ണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി എന്തിനാ കുടുംബം? മക്കൾ അവരെ വളർത്താൻ. ഈ ദുനിയാവില് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന സന്മാർഗികളായ, ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞല്ലോ വലതുൻ സ്വാലിഹുൻ യദ്ഉലു, സ്വാലിഹീങ്ങളായ മക്കൾ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഉണ്ടാക്കാൻ ആ കുടുംബം. എന്തിനാ കുടുംബം എന്ന് ചോദിച്ചതിന് ഉത്തരം എന്താണ്? ഇവരുണ്ടാക്കാൻ ആ കുടുംബം. ഈ മക്കളെ കൃത്യമായിട്ട് വളർത്താനുള്ള ഒരു മെത്തേഡ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാക്കണം. ബാപ്പാക്ക് കാഴ്ച പരിമിതിയുണ്ട്, ഉമ്മാക്കും കാഴ്ച പരിമിതി ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? ഈ മക്കൾക്ക് നല്ല ഒരു തെർബിയത്ത് കൊടുക്കണം. ഞാൻ ഒന്നുകൂടി വൃത്തിയായിട്ട് പറഞ്ഞ, ചോറ് കൊടുക്കണം, ചൊല്ല് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണ്ടേ മക്കൾക്ക്? ഞാൻ പറഞ്ഞ നിർത്തണം, അവസാനിപ്പിക്കണം. എന്തൊക്കെ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞേ, ചോറ് കൊടുക്കണം, ചൊല്ല് കൊടുക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ കൊടുക്കല്? നിറച്ചു ചോറ്. എന്തൊരു കുട്ടുപണികളാണ് മക്കൾക്ക് ഇഷ്ടം പോലെ. മന്തി അല്ലേ, പിന്നെന്തൊക്കെ ഉണ്ടല്ലോ, എല്ലാ സാധനവും കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കും. പട്ടിണി കിടക്കുന്ന ഒരു മക്കളും ഇപ്പം ഇല്ല. ചോറ് കിട്ടാത്ത മക്കള് എന്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്. എൻ്റെ വാപ്പ സ്കൂളിലെ മാഷ, എന്നാലും വിചാരിച്ച മാതിരി ചോറൊന്നും ഒന്നും കിട്ടൂല. കണ്ടോ, അന്ന് അങ്ങനെയായിരുന്നു. ഉപ്പും ചോറും എന്നാ പറയാ. എൻ്റെ ഉമ്മയൊക്കെ വെളിച്ചെണ്ണ ചോറിൽ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുഴച്ചിട്ടാ മക്കൾക്കൊക്കെ തരിക. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇപ്പോൾ ഒരു പ്രയോഗമുണ്ട്, ഉപ്പും ചോറും തിന്നവൻ. പുതിയ കുട്ടിയോട് വെച്ച് കുട്ടികളൊക്കെ ഇത്തിരി ഉപ്പും ചോറും ഇങ്ങനെ എന്തിന് കറി വെച്ചാൽ പോലെ അല്ലേ? കാരണം അവർക്ക് എന്തേ പരിചയമുള്ളൂ? ചോറും കറിയും. നമ്മുടെ തലമുറക്ക് ഉപ്പും ചോറും തിന്ന പരിചയമുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കണം, ഈ കുട്ടിക്ക് ചോറ് കൊടുക്കണം, ചോറിന്റെ കൂടെ കൊടുക്കേണ്ട സാധനം എന്താ? മൊബൈൽ എടുക്കാം. ഞാൻ പറഞ്ഞ ഈ ചോറിന്റെ കൂടെ കൊടുക്കേണ്ട സാധനം എന്താ? ചൊല്ലി കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത് ബാപ്പയും ഉമ്മയാണ്. കുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, ബാപ്പന്റെ ഉമ്മന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ സമയത്താണ് നമ്മൾ ഈ കുട്ടിക്ക് ഫോൺ കൊടുക്കുക. ഈ ഫോൺ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? കുട്ടിക്ക് പിന്നെ എല്ലാ ചൊല്ലും കൊടുക്കാരാ? ഫോണ്. ആ ഫോണിനൊരു പ്രത്യേകത ഉണ്ട്. ഫോണിന് ഈ കുട്ടി ചെറുതാണോ വലുതാണോ എന്ന് അറിയില്ല. എല്ലാ കുട്ടിയുടെ മുമ്പിൽ വളർത്തി കൊടുക്കൂലേ? നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു കുട്ടി ചോദിക്കുകയാണ്, ഒരു മനുഷ്യന്റെ മുമ്പിൽ വന്ന്, എൻ്റെ മുമ്പിൽ, ഞാൻ മാഷാണ്, എൻ്റെ മുമ്പിൽ വന്നിട്ട് 5 വയസ്സുള്ള ഒരു കുട്ടി ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയോ? ഞാൻ എങ്ങനെ ഉണ്ടായത്? ഒരു കുട്ടി ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഉണ്ടായത്, എനിക്കൊന്ന് പറഞ്ഞുതരോ മാഷെ എന്ന് ചോദിച്ചാ ഞാൻ ആ കുട്ടീനെ നോക്കും അല്ലെ. ആദ്യം എന്താ നോക്കുക? അതിന് ഇത്ര പ്രായമുള്ളൂ, അതിനെന്താ പറഞ്ഞു കൊടുക്കേണ്ടി? അതിന് പറഞ്ഞു കൊടുക്കേണ്ട രൂപത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കൂലേ? എന്നാൽ എൻ്റെ മുമ്പിൽ 10 വയസ്സുള്ള ഒരു കുട്ടി ഒന്ന് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഉണ്ടായത്? അതിന്റെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കും. എൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ചത് 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഞാൻ എങ്ങനെ ഉണ്ടായത്? അതിന് നമ്മളെന്താ പറഞ്ഞു കൊടുക്കേണ്ടി? അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു കുട്ടി വന്ന് ചോദിച്ചാൽ നമ്മൾ ആ കുട്ടിയുടെ പ്രായവും പക്വതയും നോക്കിയല്ലേ മറുപടി അറിയാം, അല്ലേ? മൊബൈലിലല്ലേ കുട്ടിന്റെ പ്രായം എത്രയെന്ന്? മൊബൈലിലാണ് കുട്ടി ഈ ചോദ്യം ചോദിച്ചെങ്കിലോ, മൊബൈല് 18 വയസ്സായാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും 5 വയസ്സായാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരേ കാര്യമായിരിക്കും. അവിടെയാണ് ഈ കാഴ്ച പരിമിതി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും ആ കൃത്യമായി അതിനെ നമുക്ക് നോക്കാൻ കഴിയാതെ ആവുകയും ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച കണ്ണീരൊലിപ്പിച്ച് നിന്ന ഒരു കാഴ്ച പരിമിതന്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ വേണം. കണ്ടോ? അപ്പൊ കുട്ടിക്ക് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി ആദ്യം കൊടുക്കുന്നത് ഫോണാണ്. ഈ ഫോണിന് പകരം കൊടുക്കേണ്ടത് ഉമ്മാന്റെ ബാപ്പാന്റെ ചൊല്ലാണ്. ചൊല്ലിക്കൊടുക്കണം, ചോറ് കൊടുക്കണം. അപ്പൊ കുട്ടികൾ ഏറ്റവും മികച്ച കുട്ടികളായിട്ട് മാറും. ഇതിനൊക്കെ വേണ്ടിയുള്ള സ്ഥലത്തിന്റെ പേരാണ് കുടുംബം. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യം എന്തു വേണമെന്നറിയോ? ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഒന്നിച്ച് നിൽക്കണം.
നിങ്ങൾ വീട്ടിനകത്ത് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ബാപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം കണ്ട് ഒരുമ കണ്ട് കുട്ടികൾ ഇങ്ങനെ ജീവിക്കണം. ഒന്നിച്ചു നിന്നാണ് ഈ കുട്ടിയെ നിങ്ങൾ പോറ്റേണ്ടത്. ബാപ്പാക്ക് ഒറ്റയ്ക്ക് കുട്ടിയെ പോറ്റാൻ കഴിയില്ല, ഉമ്മാക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം കൂടി, ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ ദുനിയാവിൽ വെളിച്ചമൽപ്പം കുറഞ്ഞുപോയി, ചിലർക്ക് വെളിച്ചമില്ലാതെയായിപ്പോയി. നാളെ പരലോകത്ത് വെളിച്ചത്തോടു കൂടി പുനരുദ്ധരിക്കപ്പെടുന്നവരായി നമ്മൾ മാറണം. അതിന് കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടാവും. ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ ഏത് അവയവം കൊണ്ടാണ്? പറയൂ. ഏതുകൊണ്ട്? ഒന്ന് കണ്ണ്, പിന്നെ നാവ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ 2 അവയവങ്ങളെ കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്ന് എൻ്റെ കണ്ണാണ്, എൻ്റെ നോട്ടം, ഞാൻ കാണുന്ന കാഴ്ച. അള്ളാഹിനോട് നാളെ സമാധാനം പറയണം. എന്ത് കണ്ടാലും ഞാൻ എൻ്റെ നാവിനെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആകെ ഒന്നിനെ ശ്രദ്ധിച്ചാൽ മതി. അതെന്താ? നാവ്. കഴിഞ്ഞു. നാവിനെ ശ്രദ്ധിച്ചാൽ മതി, ഉണ്ടല്ലോ. ബാക്കി കണ്ണ് നോക്കണ്ട. കണ്ണുകൊണ്ടുള്ള ഒരു തെറ്റും നാളെ നിങ്ങൾക്ക് മുമ്പിൽ കണ്ണ് സാക്ഷി പറയില്ല. വലിയൊരു കാര്യമാണത്, ഉണ്ടോ? ഇപ്പോഴുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താ? എത്ര ദീനുള്ള മനുഷ്യനാണെങ്കിലും കയ്യിലൊരു മൊബൈൽ ഉണ്ടാവും. അതിൽ റീൽസ് ഇങ്ങനെ കാണുക, ഷോർട്സ് ഇങ്ങനെ കാണുക, സിനിമയുടെ ക്ലിപ്പ് കാണുക, ആണും പെണ്ണിനും കാണുക, പെണ്ണുങ്ങളുള്ള പരസ്യം കാണുക, ഉണ്ടോ? ഒരുപാട് തെറ്റുകൾ കണ്ണുകൊണ്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ തെറ്റുകളൊന്നുമില്ല. കണ്ണ് സാക്ഷി പറയാത്തവരാണ് നിങ്ങൾ. നോക്ക്, അതുകൊണ്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ നാവിനെ ശ്രദ്ധിക്കണം. കൂടെയുള്ള ഇണയെ പരിഗണിക്കണം. സ്വർഗം നേടാനുള്ള വഴികൾ ഒരുക്കണം. ഈ ദുനിയാവ് ആകെ 70, 80, 90 വയസ്സ് വരെ മാത്രം നമ്മളെ താങ്ങുള്ളൂ. ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി നമ്മളെ പുറന്തള്ളാനുള്ള ശ്രമം തുടങ്ങും. അസുഖങ്ങൾ വരും, നടക്കാൻ കഴിയാതെയാകും. അതുകൊണ്ട് ആകെ കുറച്ച് കാലം, നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായി അവിടെ കൂട്ടി വയ്ക്കുക, ഇനി എത്ര കാലം ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. അതും കഴിഞ്ഞ് നമ്മൾ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് എത്തുമ്പോൾ കാഴ്ചയുണ്ടാവണം, സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനാണ് എൻവിഷൻ നിങ്ങൾക്ക് മുമ്പിൽ സംഘടിപ്പിച്ചത്. അള്ളാനെ മാത്രം വിളിച്ചാരാധിക്കുന്ന ഒരു കൂട്ടമാണ് വിസ്ഡം ഓർഗനൈസേഷൻ. അള്ളാനെ മാത്രം, ഷെയ്ഖുമാരെ വിളിച്ച് ആരാധിക്കൂല നമ്മൾ. അവരെയൊക്കെ ബഹുമാനിക്കും, ഉണ്ടോ? ബഹുമാനിക്കും. ആരാധനയില്ല, അവരോട് വിളിച്ച് ചോദ്യമില്ല. ബദരീങ്ങളെ ബഹുമാനമാണ്, ബദരീങ്ങളെ വിളിച്ച് ചോദ്യമില്ല. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന ശിർക്കിന്റെ വാക്കുകൾ നമ്മൾ പറയില്ല. കാരണം നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു നഷ്ടമാണ്. ബാക്കി ആൾക്കാർക്ക് ഈ ദുനിയാവിൽ പലതും കണ്ടും കേട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമൊക്കെ അവർ കുറച്ചൊക്കെ ആനന്ദിച്ചിട്ടുണ്ട്, ഇത്തിരി കാലമെങ്കിലും. പക്ഷെ നിങ്ങൾ അങ്ങനെയില്ല. അതുകൊണ്ട് സ്വർഗം നേടാനുള്ള ആദ്യ വഴി വിശ്വാസം ശരിയാക്കലാണ്. ശിർക്ക് കലരാത്ത ഒരു വിശ്വാസ പ്രമാണവുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിസ്ഡം നിങ്ങളെ ക്ഷണിച്ചത്, എൻവിഷന് ക്ഷണിച്ചത് അകക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. എന്നിട്ട് നാളെ പരലോകത്ത് സ്വർഗപ്പൂങ്കാവനത്തിൽ ഈ സ്പാൻ ഓഡിറ്റോറിയത്തിലെ AC-യിൽ ഇരിക്കുന്നതിനേക്കാൾ സുന്ദരമായി ഞാനും നിങ്ങളും ഇരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.